എന്നെ പാമ്പ് കടിച്ചേ. വരൂ, വേഗം ഇയാളെ അകത്തേക്ക് കൊണ്ടുപോകൂ. അതെ, നോക്ക്, നിങ്ങൾ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാ. എന്ന് വെച്ച് എന്റെ മാങ്ങയെങ്ങാണ് തിന്നാൻ നോക്കിയാലുണ്ടല്ലോ തൊട്ട് പോയേക്കരുത്. അമ്മാവേലെങ്ങാണ് കൈവച്ചാ ഞാൻ നിങ്ങളുടെ കൈവെട്ടും. അങ്കിള് വിഷമിക്കണ്ട അങ്കിൾ. അങ്കിളുടെ മാങ്ങ ഞങ്ങൾ എടുത്ത് കഴിക്കില്ല. വി ആർ വെരി സോറി. ഞങ്ങള് കാരണം അങ്കിളിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ലേ. നിങ്ങൾ കേക്കും പൊക്കയും കൊണ്ടുവന്നെന്ന് വെച്ചേ എന്റെ മാങ്ങ കഴിക്കാവുന്നൊന്നും വിചാരിക്കണ്ട. എന്റെ മാവേലെങ്ങാണ് തൊട്ടാ നിങ്ങളെ കഴിഞ്ഞാൻ പറ്റും. ചുൾബുൾ, നീ അങ്കിളിനെ ഇങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല. ചിലപ്പോ അങ്കിളിന് കുട്ടികളെ ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും നമുക്കാർക്കും മാങ്ങ കഴിക്കാൻ തരാത്തെ. അങ്കിൾ അകത്തോട്ട് പോയല്ലോ. ഇനി ഈ കേക്കും ബൊക്കെയൊക്കെ എന്ത് ചെയ്യും? കേക്കൊക്കെ ഞാൻ കഴിച്ചോളാം. ബൊക്കെ ചുൾബുളിന് കൊടുക്ക്. താങ്ക് യു മക്കളെ, നിങ്ങൾ വളരെ നല്ല കുട്ടികളാണ്. ഞാൻ നിങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടും നിങ്ങൾ എന്നെ ഇന്നലെ രാത്രി സഹായിച്ചില്ലേ? ഇന്നു മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോക്കെ എന്റെ ബംഗ്ലാവിലേക്ക് വരാം. എന്നിട്ട് ഇഷ്ടമുള്ള അത്രയും മാങ്ങകൾ കഴിച്ചോളൂ. ഈ മരം എന്റേതല്ല, ഈ മരം നമ്മളുടേതാണ്. ഓക്കെ, താങ്ക് യു. ഓടിപ്പോ. വേണ്ട വീർ, നീ സറണ്ടർ ചെയ്യണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോയി ജിണ്ടുവിനെ കണ്ടുപിടിച്ചോണ്ട് വരാം. ഓ, അത് ശരി, മഹാരാജാവ് ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ? ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഗോൾഡ് ഫിഷ്, നീ ഞങ്ങളൊന്ന് സഹായിക്ക്. ആ ഒക്ടോബസ് മെറ്റൽ കൊണ്ടുള്ളതാ. അതുകൊണ്ട് അതിനെ ഒന്ന് കറണ്ട് അടിപ്പിക്ക്. ബീച്ചിലേ ഞാൻ ഇപ്പൊ തന്നെ പോവാം. താങ്ക് യു മീനെ. വേണ്ട വേണ്ട, അങ്ങനൊന്നും ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട, നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആദ്യം തന്നെ ഇതൊന്ന് ശരിയാക്കി എടുക്ക്. ബോസ് ബോസ്, ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഞാനിനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിണ്ടു, ഈ ടിംബക്ടുനെ അവന്റെ ബോസിന്റെ അടുത്തേക്ക് വിട്. അകടം പകടം ആലം ഫാലം ഇകടം തികടം ദം ദമാദം. ആ മണ്ടൻ ടിംബക്ടു എന്തിനാ ഇത്ര സമയമെടുക്കുന്നതാ? അവൻ എവിടേക്കാണ് പോയത്? നീ എന്താ ഈ ചെയ്യുന്നതാ? എടാ മാറി നിൽക്ക, എടാ മാറി നിൽക്കാ പറഞ്ഞ. പോടാ ഇവിടെന്നാ, പോയാ എന്നെ കൊല്ലു. എന്റെ നടു ഒഴിഞ്ഞേ, രക്ഷികളെ. ഞാനെങ്ങനെ രക്ഷിക്കാനാ ബോസ്? നിങ്ങൾ ജീനിയസാ, സൂപ്പർ ഡൂപ്പർ ജീനിയസ്. നിങ്ങൾ തന്നെ പറ, ഞാൻ എങ്ങനെ രക്ഷിക്കണ്ടേ? വീർ, നീ നിന്റെ പേര് പോലെ തന്നെയാ. ശരിക്കൊരു വീരനാ. ഇംലി പറഞ്ഞത് ശരിയാ വീർ. നിങ്ങൾ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാനും വരണം. ഇത്രയും വലിയ ഗോൾഡ് ഫിഷോ? ഞാൻ ഇപ്പൊ അതിനെ പിടിക്കും.
ഞാനിപ്പോ വീറിന്റെ പ്രൊജക്ഷൻ മോഡ് ഇതാ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ സ്ക്രീനിൽ കൂടി എല്ലാം കൃത്യമായി കാണാൻ പറ്റും. ഞാൻ ഇവിടെയാണ്. ഹലോ, ഞാൻ ഇവിടെയാണെന്നേ. വീർ, പുറകിൽ നോക്ക്, വേഗം പുറകിൽ നോക്ക് വീർ. വീർ, എങ്ങനെയുണ്ട് എന്റെ ശക്തി? ഇനി നീ എന്ത് ചെയ്യും ഹീറോ? ഇനിയൊന്ന് രക്ഷപ്പെട്ട് കാണിച്ചേ. എൻഡ് ഈസ് നിയർ. എങ്ങനെയുണ്ട് മോനെ? ഞാൻ അകത്തേക്ക് പോകാം. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട ജണ്ടു, ഇത് രണ്ട് റോബോട്ടുകൾ തമ്മിലുള്ള യുദ്ധമാണ്. അവര് തമ്മിൽ തല്ലട്ടെ. തീർച്ചയായും വീർ വിജയിക്കും. അപ്പൂപ്പ വേഗം എന്തെങ്കിലും ചെയ്യ്. എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ഹോം. വേണ്ട വേണ്ട പ്ലീസ് വേണ്ട. എമിലി, അവൻ ഒരു ചെറിയ റോബോട്ടായിരുന്നു. ശരിക്കുള്ള വീർ ദാ ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ അവൻ പഴയതുപോലെ ശരിയായി കഴിഞ്ഞു. ശരി, എങ്കിൽ നമുക്ക് അതെല്ലാം പുറത്തെടുക്കാം. അപ്പൊ പിന്നെ വീർ വീണ്ടും പഴയ പോലെ ആകുമല്ലോ. ഇനി നീ ചെന്ന് നിന്റെ ബോസിന് പണി കൊടുക്ക. അപ്പൂപ്പ നമ്മളെല്ലാരും ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാ? അതൊരു വലിയ കഥയാ. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തരാം. വിങ് സ്യൂട്ട് ഓൺ. ഞാനും നിന്നെ കൂടെ വരാം. വേണ്ട എമിലി, ഈ സ്റ്റണ്ട് കുട്ടികൾക്ക് വളരെ അപകടം പിടിച്ചതാണ്. ഞാനൊരു റോബോട്ട് അല്ലേ, എനിക്കിത് ചെയ്യാൻ കഴിയും. നീ ഇവിടെ തന്നെ നിന്നോ. നീ എന്തായി ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുതേ. ഡയമണ്ട് എന്നാ തിരിച്ചതാ. എന്നാ നീ ഇങ്ങ് താഴെ വന്ന് മേടിച്ചോ. നീ ഇനി എന്ത് ചെയ്യോടാ പീക്കിരി ചെറുക്ക? എന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? പിടിവിടല്ലേ എന്റെ പൊന്നനിയാ. ബോസേ, പൊന്നു മുതലാളി, നിങ്ങൾ ആരാണെന്ന് പറ. കാണാൻ ചിലപ്പോ ഞാനൊരു കൊച്ചു പയ്യനായിരിക്കും, പക്ഷെ എന്റെ പേര് വീർ എന്നാ. ഇവൻ എവിടുന്നാ വന്നത്? ഇവൻ റെഡ് ഡയമണ്ട് അടിച്ചു മാറ്റിയ നെട്ടുവിരലാലാണ്. ഇന്ന് ശരിക്കും കുടുങ്ങിപ്പോയല്ലേ? ആ കള്ളൻ എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ. വീർ, നീ പേര് പോലെ തന്നെയാ. ശരിക്കും ഒരു വീരനാ.